നോക്കി നോക്കി പിന്നെ പിന്നെ നിന്റെ അതുണ്ട അതുണ്ട് 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 കുടുകുടാ മഷു കുക്കുടാ മഷു കണ്ണ് രണ്ടും ഷടപട ആഹാ മുത്തുപ്പട മുതുകുപ്പട അവിടക്കട ദൃഷ്ടിദോഷേ മൃളാനന്ദ ചിന്തി കണ്ണ് രണ്ടും എരിഞ്ഞു പോട്ടെ. മൃണാനന്ദ ചിത്തയാ എന്തോന്നടി പിങ്കി? അതുകൊണ്ട് എവിടെ നിന്ന് എവിടെ നിന്ന് എന്തോന്നടി ഇതൊക്കെ ഇതൊക്കെ? ആ ഇത് വാ വിട്ട വാക്കും കൈവിട്ട കവിതകളും. ഇവിടെ നിന്റെ കവിത നോക്കട്ടെ. ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല കേട്ടോ. കുടുകുടാമശു കുക്കുടാമശു കണ്ണ് രണ്ടും ഷഠാ പഠ മുത്തുപഠ മുതക് പഠ അവിടെ കിടല കെട. ഓ കേട കെട എന്താണ് ഇത്? കവിത കൊട്ടത് ഇതാ കൊള്ളാം. നീ ഉണ്ട് ഈ ബുക്ക് എവിടെ നിന്ന് എടുത്തേ? അപ്പൊ ചെറു റൂമിന്ന് ആർത്തി വെച്ചിട്ടെടുത്തേ? അപ്പൊ ആരടുത്ത് ചോദിക്കണം? എന്റെ ബുക്ക് എടുക്കുമ്പോ എന്റെ അടുത്ത് ചോദിക്കണ്ടേ? എന്റെ പൊന്നപ്പിച്ച് ഞാനല്ലേ ഈ വീട്ടിൽ പഠിക്കണേ, അപ്പൊ എനിക്കല്ലേ ബുക്കിന്റെ ആവശ്യം. എന്റെ ബുക്കിന് ഇത്രയും പേപ്പർ വലിച്ചെറിയിട്ടേക്കണേ നീ? അതെ. എന്നൊന്ന് പിങ്ക് ചെയ്ത് ഞാൻ എഴുതിയപ്പോ തെറ്റിപ്പോയപ്പോ ഞാൻ വലിച്ചെറി കളഞ്ഞ്. അതിന് കീറണ എന്തിനാ? കീറില്ലെങ്കിൽ എനിക്കൊരു സുഖം ഇല്ല. കൊള്ളാം, വൃത്തിയായിട്ട് സ്വഭാവമല്ലേ പിങ്കി പഠിക്കണ ബുക്കിന് പേപ്പർ കീറണേ? എന്റെ അപ്പച്ചി ആ ബുക്ക് കൊണ്ടിട്ട് എട്. നമ്മളിപ്പോ ഈ ബുക്ക് ഇങ്ങനെ എടുത്തു, നമ്മളൊരു സാധനം എഴുതി, ഇത് നമുക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ നമ്മളിങ്ങനെ കാക്കുറ വരച്ചു. അപ്പൊ ഈ ബുക്ക് വൃത്തിയേടായില്ലേ? അപ്പൊ അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ ഞാനിതിങ്ങനെ എടുക്കുന്നു, കളയുന്നു. പിന്നെ വലിച്ചു കീറണ പിങ്കി എന്നൊന്ന് കാണിക്കണം. എന്റെ ബുക്കിന്റെ പേപ്പർ കീറലെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എന്തോ അപ്പച്ചിക്ക് ഇത്ര അഹങ്കാരം കാണിക്കുന്നു? അമ്മേ, അയ്യോ ഈ അപ്പച്ചിയെ കൊണ്ട് തോറ്റ്. നല്ല മൂടില് കവിത എഴുതി വരായിരുന്നു, എല്ലാം നശിപ്പിച്ചു ദുഷ്ട. ഇനിയിപ്പോ എന്തോന്ന് എഴുതാ ഞാൻ? അപ്പച്ചിയെ പറ്റിയൊരു കവിത എഴുതാം. ടൈറ്റിൽ ഭ്രാന്തി പിശാച്. ശരിക്കും സുന്ദരി വേണ്ട, സുന്ദരി എന്നൊന്നും പറഞ്ഞ അവരങ്ങനെ പൊക്കണ്ട. എന്നെ ഇത്ര ഒട്ടിച്ചേ അത് വേണ്ട. പേപ്പർ എടുത്തെറിയുന്നത് ഒരു പേപ്പർ അല്ലേ, കരിങ്കല്ലൊന്നും അല്ലല്ലോ തലേ കൂടെ എടുത്തെറിഞ്ഞു. ഇറങ്ങിയത് ന്യായം കൂടെ പറയണ. നീ ഇവിടെ ഇവിടെ പേപ്പർ എടുത്തിട്ട് അല്ലെങ്കിൽ തന്നെ ചിലപ്പോ ഞാൻ പേപ്പർ ഇട്ടെന്നിരിക്കും. നിങ്ങൾക്ക് അത്രയ്ക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഇതെല്ലാം കൂടെ ചവിട്ടൂട്ടെ കൊണ്ടിടുപ്പോ. ഭയങ്കര തർക്കത്തിൽ തന്നെയല്ല. തർക്കുത്തരം. നീ മേലെ എവിടെ പേപ്പർ ഇട്ടാ വാങ്ങിയോടെ? രാവിലെ തന്നെ ഭാര്യയും ഭർത്താവും കൂടെ തുടങ്ങിയതാണല്ലോ. അവിടെ പേപ്പർ ഇടാൻ പാടില്ല, ഇവിടെ പേപ്പർ ഇടാൻ പാടില്ല. എന്തോന്നിത്? നീ ഇവിടെ മേലെ പേപ്പർ ഇട്ട് ഞാൻ കണ്ട നിന്റെ മണ്ട അടിച്ചാ പൊട്ടിക്കും. ഒരു പേപ്പർ ഇടാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ലേടെ എനിക്കിവിടെ. എടയിന്നാ നീ എന്നെ വിളിച്ചത്? നീ എന്നെ എടയിന്നാ വിളിച്ചത്? അത് ഞാൻ ഒരു ഫ്ലോയ്ക്ക് എനിക്ക് വന്നു പോയത്. വന്നു നീ ഫ്ലോയ്ക്ക്? നീ ഓ ഞാനിത് നിന്റെ അങ്കിൾ. നീ ഇവിടെ പേപ്പർ ഇടൂ? പേപ്പർ ഇടും ഇടും അയ്യോ നാട്ടുകാരെ ഓടി വരണേ, അതെ കൊല്ലാൻ പറഞ്ഞേ. അവളെ പിടിക്കാൻ പറ്റിയില്ല. അവള് PT ഉഷ ഓളി തള്ളിക്കളഞ്ഞു. നീ നിന്നെ കണ്ട പൊമ്പിളരെ പിറകെ കിടന്ന് ഓർന്നത്? കണ്ട പൊമ്പിളരെ? പിന്നെ ഉഷ നിന്റെ അമ്മാവിനെ മോളാ. എന്റെ പൊന്നു മാമ, നമ്മളെ പിങ്കിയെ പറ്റിയാണ് സംസാരിച്ചോണ്ടിരിക്കണേ. പിങ്കി എപ്പോഴും ഉഷയായത് പിന്നെ പ്രാന്തായത്. പോട്ട് ചേട്ടാ, അവള് വിശക്കുമ്പോ വരുമല്ലോ, അപ്പൊ നമുക്ക് കൈയോടെ പിടിക്കാം. ആര് ഉഷയെ? മാമ ഇതുവരെ വിട്ടില്ലേ അത്? എന്റെ പൊന്നു മാമ, പിങ്കിയെ PT ഉഷയായിട്ടൊന്ന് കമ്പയർ അത്രേ ഉള്ളത്, വിട്. ഓ അങ്ങനെ? എന്തൊരു പ്രശ്നം? അതൊന്നുമില്ല. അവൾ ബുക്കിൽ നിന്ന് പേപ്പർ വലിച്ചു കയറി കൊണ്ടിരുന്നു. അപ്പൊ ഞാൻ എന്തിനും ചോദിക്കാൻ പോയപ്പോഴത്തേക്ക് അവളെന്നെ തട്ടി കയറി. 2 കൊടുക്കാൻ പോയപ്പോഴത്തേക്ക് എനിക്ക് ഒറ്റ ഓട്ടം. അതുപോലെ തന്നെ എന്റെ അടുത്തും ഞാൻ ജസ്റ്റ് ചോദിച്ചതേ ഉള്ളൂ. ഇപ്പൊ എന്തോ തർക്കുത്തരം പറഞ്ഞിട്ടുണ്ടല്ലോ, എനിക്ക് ഓടിക്കളഞ്ഞേക്കണ്. എന്റെ കൈ കിട്ടിയില്ല.
പഠിക്കണ ബുക്കിൽ നിന്ന് പേപ്പർ വലിച്ച് കീറുകയാണെങ്കിൽ അവർക്ക് അടിയിൽ അത്യാവശ്യമാണ്. എന്റെ കൈ കിട്ടത് അവളെ ചെവിക്കൽ അടിച്ചെന്നിരിക്കുമല്ലോ. എല്ലാം കൂടെ എനിക്ക് പണി തരാനുള്ള ഏർപ്പാടാണല്ലേ കാണിച്ചു. എന്റെ ചിന്നുവേ, നീ അടുക്കളയിൽ പോയി കുറച്ച് നാരങ്ങ കലക്കൊണ്ട് പാടി. മക്കളെ എനിക്ക് ഒരു ഗ്ലാസ് കട്ട. എനിക്ക് ഗ്ലൂക്കോസ് ഇട്ട് കളിക്കാതെ കേട്ടി. ഇതൊന്നും ഹോട്ടൽ എങ്ങനെ മാറി മാറി ഓർഡർ ചെയ്തോണ്ടിരിക്കാൻ. ചിന്നുവേ കളിക്കുന്നാണ്. മക്കളെ ഈ പഞ്ചാര കൂടുതൽ ഇട്ടോ. 1/2 കിലോ മതിയാ? ചുമ്മാ ഇരി മക്കളെ. എന്തൊരു വീടാണോ അത് പോകാൻ ഇത്. എന്നെ സപ്പോർട്ട് ഒരു പട്ടിക്കുഞ്ഞു പോലല്ലോ ഈശ്വര ഇവിടെ. വേറെ ഏതെങ്കിലും വീടായിരിക്കണം. കവിത എഴുതുന്ന പിള്ളേർക്ക് എന്തൊരു പ്രോത്സാഹനമാണെന്നറിയോ. ഇവിടെ ഉണ്ട് കുറെ എണ്ണം. ഈശ്വര, ഞാൻ എന്തിനാണോ ഇവിടെ വന്ന് ജനിച്ചത്. നല്ല കലാബോധമുള്ള ആൾക്കാരുടെ ജനിച്ചാ പോരായിരുന്നു എനിക്ക്. അയ്യോ, അപ്പോ എന്നെ പകട ശരിയല്ല. എന്റെ അപ്പോ എനിക്ക് പറ്റൂല. ഞാൻ ഗേറ്റിന്റെ അതുവരെ എങ്ങനെ കൊണ്ടുപോകും? കൊണ്ടുപോവാൻ അല്ല എന്തിരിക്കാൻ. വന്ന് എനിക്ക് ഈ വീട്ടിൽ ഒരു സ്വാതന്ത്ര്യം ഇല്ലല്ലോ. ആരെ കണ്ടാലും ഒളിക്കേണ്ട അവസ്ഥ. ഇതിങ്ങനെ വിട്ടാ പറ്റൂല. എന്തെങ്കിലും ഒരു ഐഡിയ എനിക്ക് കണ്ടുപിടിച്ചു. ശരി തന്നെ. അപ്പച്ചി, ഇഫ് യു ഡോണ്ട് മൈൻഡ് എനിക്കൊരു ഫ്രഷ് ജ്യൂസ് അടിച്ചു തരുമോ? ഫ്രഷ് ജ്യൂസാ? ഞാൻ ബ്ലെൻഡറിങ് എടുത്ത്. ഓക്കെ. പിന്നെ എന്റെ കൈ കിട്ടാൻ വേണ്ടി ഞാൻ കാത്തിരിക്കായിരുന്നു കേട്ടാ. ഓട്ടൊക്കെ തീർന്നു. തീർന്ന്. ഓ അപ്പച്ചി, അപ്പച്ചിക്ക് മതിയാവുന്നോളെ എന്റെ കാതി പിടിച്ചു. അപ്പച്ചി, അപ്പച്ചിയുടെ സന്തോഷമാണ് എന്റെ സന്തോഷം. ആരാ? ഞാൻ പിങ്കി. ഇത് ഏതടപടി ഇത്? അടവൊന്നല്ലോ അപ്പച്ചി. അപ്പച്ചി എല്ലാരും കൂടെ വേദനിപ്പിച്ചോണ്ടിരിക്കുകയാണ് ഇവിടെ. ഞാൻ സ്വയം വേദനിച്ചാലും അപ്പച്ചിയെ ഞാൻ സന്തോഷിപ്പിക്കും. കാരണം എന്റെ അപ്പച്ചി എനിക്ക് അത്രയ്ക്ക് ജീവനാണ്. പോടി അങ്ങോട്ട് പോ. അയ്യോ അപ്പച്ചി, ചുമ്മാ ഓരോന്നും കൊണ്ടിറങ്ങിക്കോളൂ. പോ പിങ്കി. നീ പോയില്ലേ? ആ, ഒരാളുടെ മുഖത്ത് നോക്കി അയാളെ പറ്റി കുറ്റം പറയുന്നത് അന്തസ്. പക്ഷെ അയാളെ മുഖത്ത് നോക്കി ചിരിച്ചിട്ട് അപ്പുറത്ത് മാറി അയാളെ പറ്റി കുറ്റം പറയുന്നത് വഞ്ചന. അത് അപ്പച്ചിയുടെ അടുത്ത് കാണിച്ച അപ്പച്ചി സഹിക്കൂ? ആദ്യം വഞ്ചിച്ചെന്നാണ് നീ ഇപ്പൊ പറയണത്? അക്കൗണ്ട് പിങ്കി പറയട്ടെ പോ. അഞ്ജനയുടെ കണ്ണുകളിൽ വഞ്ചനയുടെ ലാഞ്ചന. എന്ത്? എടി ആരുടെ കണ്ണില്? പിങ്കി എടി പറഞ്ഞിട്ട് പോ. പിങ്കി എടി പറയടി, ആര് വഞ്ചിച്ചെന്നാണ്? എനിക്ക് അങ്ങനെ പറയാൻ പറ്റൂല അപ്പച്ചി. അത് നിനക്ക് ഫ്രഷ് ജ്യൂസ് വേണ്ടേ? ഫ്രഷ് ജ്യൂസ് വേണം. അപ്പൊ പറ, ആര്? വേറെ ആര്? അപ്പച്ചി ജീവന് തുല്യ സ്നേഹിക്കുന്ന അപ്പച്ചിയുടെ ഭർത്താവും മാമൻ. ഓടി അവിടെ. അയ്യോ അപ്പച്ചി ആന കള്ളിയാണ്, അപ്പച്ചി മടിച്ചാണ്, അപ്പച്ചി വൃത്തിയില്ലാത്ത പെണ്ണെന്ന് വരെ പറഞ്ഞു. അപ്പച്ചി എന്തോന്ന് വൃത്തിയില്ലാത്ത പെണ്ണെന്ന് പറഞ്ഞു? ആര്? രാമങ്കൾ. അപ്പച്ചി വച്ചുണ്ടാക്കണ ഒരു സാധനം വായി വെച്ച് തിന്നാൻ കൊള്ളില്ല. രാമങ്കള് പറഞ്ഞ പോട്ട്. പക്ഷെ ഉണ്ണിയപ്പൂ പറഞ്ഞതാണ് നമുക്ക് സഹിക്കാൻ പറ്റാത്തത്. മാമൻ എന്നെ പറ്റി പറഞ്ഞ? പിന്നെ അല്ലാണ്ട് എന്തെന്ന് പറഞ്ഞ? പക്ഷെ അത് പറഞ്ഞ അപ്പച്ചി കരയോ അപ്പച്ചി? എടി നീ പറയടി. ഉണ്ണിയപ്പൂ എന്ത് പറഞ്ഞെന്നറിയോ? അപ്പച്ചി ഈ വീട്ടില് മൂദേവിയാണെന്ന്. ഏത് സമയവും മുഖവും പെരുക്കി കിട്ടും ഇങ്ങനെയാണ് ഇരിക്കണേ. അപ്പൊ ചേട്ടൊന്നും പറഞ്ഞില്ലേ? അപ്പൊ പറഞ്ഞു. എന്തെന്ന് പറഞ്ഞു? അവള് വെറും മൂദേവിയല്ല, അസത്ത് മൂദേവിയാണ്. ഓഹോ, അങ്ങനെ പറഞ്ഞ? അങ്ങനെ പറഞ്ഞല്ലേ? ഞാൻ മൂദേവി എന്നല്ലേ? ഓ, ഞാൻ മൂദേവി ആയിട്ടില്ല ഈ വീട്ടില്. പക്ഷെ ഇന്നാവും. കാണിച്ചു കൊടുക്കാം. ഞാൻ കാണിച്ചു കൊടുക്കാം. പിങ്കി, നീ രാത്രി പോയില്ലേ? ഞാൻ അകത്തൊക്കെ കയറിയത് തന്നെ. അകത്തൊക്കെ കയറിയത് തന്നെ. പിന്നെ എന്താ ഇവിടെ വന്നിരിക്കണത്? ആ, ഞാൻ അകത്ത് കയറിയപ്പോഴേ നിങ്ങളെ പറ്റി കുറ്റം പറയണം. അപ്പൊ എനിക്കത് കേട്ട് സഹിച്ചില്ല.
എന്നെ പറ്റി കുറ്റം പറഞ്ഞു? ഓ ആര്? ഡാഡി പിള്ള തന്നെ. ആ ഉണ്ണിയപ്പം മാത്രമായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇതത് മാത്രമല്ലല്ലോ. പിന്നെ ആരുടെ എന്നെ പറ്റി കുറ്റം പറഞ്ഞു? നിങ്ങളെ ഭാര്യ. ചിന്നു? ഓ ചിന്നു എന്തിനാ എന്നെ പറ്റി കുറ്റം പറഞ്ഞു? ആ നിങ്ങൾ കുഴി മടിയനാണ്, നിങ്ങൾ ഭയങ്കര സെൽഫിഷാണ്, നിങ്ങളെ കൊണ്ട് ഒന്നിനും കൊള്ളൂല, നിങ്ങൾ ഒരു പണി എടുക്കൂല എന്നാണ് പറഞ്ഞത്. ചിന്നു പറഞ്ഞു അങ്ങനെ? പറഞ്ഞു. പിന്നെ അത് മാത്രമൊന്നുമല്ല പറഞ്ഞേ, പക്ഷെ അതെനിക്ക് പറയാൻ പറ്റില്ല അങ്ങളെ. നീ അങ്ങോട്ട് പറയടി അങ്ങോട്ട്. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അങ്കിളുടെ ഹൃദയം പൊടിഞ്ഞു. എന്റെ ഹൃദയം പൊടിഞ്ഞു? ഓ ആ സാരില്ല, നീ പറ കേക്കട്ടെ. അങ്കിൾ ഒരു മക്കുണനാണ്. അങ്കിളിനെ കെട്ടിയതാണ് അപ്പച്ചിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അബദ്ധം. കെട്ടാനേ പാടില്ലായിരുന്നെന്നാണ് പറഞ്ഞത്. ഞാൻ മക്കളാണ് അവള് പറഞ്ഞു. എന്നെ കെട്ടാൻ പാടില്ല. ഓ എന്തിന് കെട്ടിയെന്നൊക്കെ സ്വയം ഇരുന്ന് ചോദിക്കണം. നല്ല ആവശ്യം ഉണ്ടായിരുന്നു. എത്രയോ നല്ല ചെറുക്കന്മാരെ എന്റെ പിറകെ കൂടെ നടന്നതല്ലേ, പിന്നെ എന്തിന് ഞാൻ ഈ പോങ്ങനെ കെട്ടിയെന്നാണ് പറയുന്നത്. ഞാൻ പോവാന് പിന്നല്ലാണ്ട് എന്റെ അപ്പച്ചിക്ക്. ആ അയ്യോ ഇനിയുണ്ട്. നിങ്ങൾ ഈ ഒരുമാതിരി കഷന്റെ തലേനും ആഞ്ഞ വയറും ഒരു പണി എടുക്കാതെയാണ് ഇത്രയും വലിയ വയറൊക്കെ ഇങ്ങനെ ചാടി. നിങ്ങൾ പോണേന് പകരം ആദ്യം വയറാണ് ഇങ്ങനെ പോണേന്നൊക്കെ. ഞാൻ പോണേന് പിന്നെ വയറാണ് പോണേ. വയറാണ് പോണേ. മോശല്ലേ? മൊബൈൽ കുത്തിച്ചിരുന്നു. എന്തോ എന്നെ വിളിച്ചത്? ഞാൻ മണുകുണാഞ്ചനാണ്. മണുകുണാഞ്ചൻ നിന്റെ മറ്റവടി. മറ്റേനാ? ഓ എന്താ ചേട്ടൻ പറയണേ? ഞാൻ നടന്നു പോകുമ്പോ എന്റെ വയറാണ് ആദ്യം പോണം, ഞാൻ അല്ലെന്നല്ലേ? ഞാൻ പറഞ്ഞതൊക്കെ നീ എപ്പോ പറഞ്ഞു? നിനക്കറിയൂടെ? എനിക്കറിഞ്ഞൂടാ. നീ പറഞ്ഞ കാര്യം നിനക്കറിയൂടാത്തത്? ഞാൻ ചേട്ടനെ കാണാതിരിക്കായിരുന്നു. ഞാൻ ഒന്നും വൃത്തിയില്ലാത്ത പെണ്ണാ. ഞാൻ എപ്പോഴാണ് വൃത്തിയില്ലാതെ നടന്നിട്ടുള്ള വീട്ടില്? ആ എപ്പോഴും എന്ന് ഞാൻ പറഞ്ഞ. ചേട്ടൻ തന്നെ പറഞ്ഞ ഞാൻ ആനക്കള്ളിയാണെന്ന്. ഞാൻ എപ്പോഴാണ് കള്ളം പറഞ്ഞിട്ടുള്ളത് നിങ്ങളടുത്ത്? നിങ്ങളാണ് വാ എടുത്ത കള്ളം പറയണത്, എന്നിട്ട് എന്നെ പറയണം ആനക്കള്ളി. ഞാൻ പോകാനാണെന്നാ? ഞാനാടി പോകാൻ നിന്റെ വിളിക്കും. കാരണം ഞാൻ വെച്ചോണ്ടേക്ക് തന്നെ ആഹാരം കഴിച്ചിട്ട് നിങ്ങൾ അത് കൊള്ളൂലെന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ടാണ് നിങ്ങൾ ഞാൻ പോകാന്ന് വിളിച്ചത്. ഞാനാടി നിന്റെ കുടുംബക്കാരായിരിക്കും അങ്ങനെ ചെയ്യണത്. എന്റെ വീട്ടിൽ അങ്ങനെ ആരും ചെയ്യുന്നില്ല. നിങ്ങൾ തന്നെ പറഞ്ഞു. എന്നാ ഞാൻ ഇപ്പൊ പറയാം. നീ വെച്ചോണ്ടാക്കണ ആഹാരം 10 പൈസ കൊള്ളയില്ല. നീ വെറും വൃത്തിയായിട്ടുള്ളതാണ്. നീ അനുവാദം തന്നാ ഞാൻ പോവാ. ഞാൻ എനിക്ക് ഇട്ടോളാ പോകും. ഞാൻ ഇപ്പൊ പോകും. ഇപ്പൊ പോകണ്ട. നീ പാടി വിടും. ഞാൻ പറഞ്ഞ കേട്ടിട്ടങ്ങ് പോയാ മതി. എന്തിനു ഒന്നുമില്ല. ഒന്നുമില്ലേ? അതെ അപ്പു, നമ്മള് ഈ സൈഡിൽ നിന്ന് ഡൈനിങ് ഹാൾ നോക്കുമ്പോ നല്ല ഭംഗിയുണ്ട്. ഞാൻ ഒന്നും കാണുന്നില്ലേ? ചിലപ്പോ കാണാത്തായിരിക്കും. ശരി. അയ്യോ എങ്ങോട്ട് പോണം? ഞാൻ അകത്ത് പോണെന്ന്. അകത്ത് പോയി ശരിയാവൂല. എന്ത്? അവിടെ പൊരിഞ്ഞ വഴക്കടക്കണ്. ആരൊക്കെ? അപ്പച്ചി രാമങ്ങള്. എന്നിട്ടാണ് നീ എന്റെ അടുത്ത് പോണ്ടെന്ന് പറഞ്ഞത്. ഞാൻ ചെന്നാലേ അവിടെ വഴക്ക് നിൽക്കും. എന്തോന്ന് പറഞ്ഞ? ഞാൻ പോയാലേ അവിടെ വഴക്ക് നിർത്താൻ പറ്റുള്ളൂ. പോയാ വഴക്ക് നിക്കും. അതൊക്കെ പണ്ട് എന്റെ അപ്പു. അപ്പൊ അതൊന്നും പറ്റൂല. അതൊന്ന് കാരണം എന്ത്? അവരെന്തിനു വഴക്കുണ്ടാക്കണേന്ന് അറിയാമോ? ഇല്ല. അപ്പുവിന്റെ പേരും പറഞ്ഞു. എന്റെ പേരും പറഞ്ഞ അത് ശരിയാവില്ലല്ലോ. ചോദിക്കണോ? അതിപ്പോ ചോദിക്കണ്ടേ? ചോദിച്ചു ശരിയല്ലോ. അത് ചോദിക്കണം. വേണ്ട വേണ്ട, ഞാൻ പറഞ്ഞുതരാം. ഞാൻ ചോദിക്കുന്നത് ചോദിക്കാതിരിക്കും ശരിയാവൂലല്ലോ. പിന്നെ ചോദിക്കണ്ട, ഇങ്ങോട്ട് വാ. നീ ചുമ്മാ ഞാൻ പോയി ചോദിക്കട്ടെ. എന്റെ അപ്പു ഒന്ന് സമാധാനപ്പെടും. അപ്പു പറ. അപ്പച്ചി പറയാണ് അപ്പുവിന്റെ പിടിപ്പ് കേട്ടോണ്ടാണ് രാമങ്ങൾ ഇങ്ങനെ ആയി പോയത്. അത് ശരിയാണ്. കാരണം നല്ല ആടി കൊടുത്ത് ഞാൻ അവനെ വളർത്തിയിരുന്നെങ്കിൽ അവ ഇങ്ങനെ ആവൂലായിരുന്നു. ഇത് പറയാനാണ് നീ എന്നെ വിളിച്ചത്. ഞാൻ പോണം. അയ്യോ അപ്പൊ അപ്പൊ പോലെ പോലെ അത് മാത്രമൊന്നല്ല പറഞ്ഞ കേട്ടാ. പിന്നെ വേറെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതെനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അതെന്ത്? അപ്പൂന് മുഖത്തൊക്കെ ഞാൻ അങ്ങനെ പറയണ ഒരു കുഴപ്പമില്ല. നീ പറ. അപ്പൂന് ഒരു കഴിവുമില്ല. അതേപോലെ തന്നെ അപ്പൂന്റെ മോനായ റാമങ്കളിന് ഒരു കഴിവുമില്ല. നിങ്ങളൊക്കെ മക്കുണന്മാരാണ് എന്ന് ആര് പറഞ്ഞു? അപ്പച്ചി പറഞ്ഞു. അങ്ങനെ മാത്രമൊന്നും അല്ല പറഞ്ഞത്, പിന്നെ വേറെയും പറഞ്ഞു. പക്ഷെ അതെനിക്ക് പറയാൻ പറ്റില്ല. അപ്പൂന് ഹാർട്ട് അറ്റാക്ക് വരും. എനിക്ക് ഒരു അറ്റാക്കും വരില്ല. നീ പറ. അപ്പോ നമുക്ക് ഒരുപാട് സ്വത്തുക്കളൊക്കെ ഉണ്ടായിരുന്നില്ലേ, അത് അപ്പു കള്ളും കുടിച്ച് ദൂർത്തടിച്ച് നശിപ്പിച്ചാണ് എന്ന് ചിന്നു പറഞ്ഞേ. ഓ, കള്ളു കുടിച്ച് ഞാൻ നശിപ്പിച്ചെന്നല്ലേ? ഇത് ഞാൻ വെറുതെ വിടുന്നില്ല. ഇത് ഞാൻ ചോദിച്ചിട്ടാ ബാക്കി കാര്യമുള്ളൂ. അയ്യോ അപ്പോ പോണ്ട. അത് ഞാൻ പോകും. ചോദിക്കും. ശരിയാവൂല. ഇത് കൊള്ളാൻ പരിപാടി.
എല്ലാവർക്കും എന്തൊരു ശ്മശാന മുകുത എന്ത് പറ്റി? ഞാൻ തീരുമാനിച്ച തന്നെ ഇനി ഡിവോഴ്സ് മതി. യോ ഞാൻ അങ്ങ് പേടിച്ചു പോയി. ഡിവോഴ്സ് ചെയ്യാൻ തന്നെ എന്റെ പ്ലാൻ. ഡിവോഴ്സാ? നിങ്ങളുടെ ബന്ധം പിരിയുകയോ പിരിയാതിരിക്കുകയോ ചെയ്യേ. പക്ഷെ ഞാൻ ഇവിടെ കാണൂല, ഞാൻ കാശിക്ക് പോകാൻ പോവുകയാണ്. മാമ എവിടെയോ പോകുമ്പോ ഇങ്ങനെ കൂടെ കൊണ്ടുപോകും. ഞാൻ തന്നെ പോണത്, നീ ഇറങ്ങി പോടി. അയ്യോ എനിക്ക് സൗകര്യമില്ല പോവാൻ. ഇല്ല, അരക്കിലോ വാങ്ങിച്ചു പോയി. ഞാൻ ഈ വീട്ടിലെ അസ്വത്വ മൂദേവിയാണല്ലോ. നിങ്ങളിത് എന്തോന്നൊക്കെ പറയണത്? എന്തോന്നത് ഇവിടെ? എപ്പോ നോക്കിയാലും ബാക്കിയുള്ളവന്റെ കുറ്റം എല്ലായിടത്തും വിളിച്ചു പറഞ്ഞു നടക്കുന്ന ഒരു ഭാര്യയുടെ ആവശ്യം ഏതായാലും എനിക്കില്ല. അയ്യോ അയ്യോ അങ്ങനെയൊന്നും പറയില്ല ഞങ്ങളെ. മാറി പിന്നെ എങ്ങനെ പറയണം? ഒന്നുകൂടെ ചിന്തിര്. നീ ഹിന്ദി പറയണോ? മാറിക്കോട്ടെ. അങ്ങളെ അയ്യോ കണ്ടാണ്ടല്ലോ എനിക്ക്. അപ്പു അപ്പു ഇവരൊക്കെ പറയണ കേട്ടാ? നീ പോണേ, നിന്റെ തൊഴിലാളി നീ പോ. ഞാൻ കാശിക്ക് പോകാൻ പോവുകയാണ്. ഞാൻ ഇവിടെ എനിക്കില്ല. അപ്പച്ചി എന്ത് വേണം? ഒന്നും വേണ്ട, ഒന്ന് ഡിവോഴ്സിനെ പറ്റി ഒന്നും ചിന്തിക്കില്ല അപ്പച്ചി. പിന്നെ ഞാൻ നല്ലൊരു വക്കീലിനെ പോയി കാണാം. അയ്യോ അപ്പച്ചി, ദൈവമേ വെളുക്കാൻ തേച്ചത് പാണ്ടായല്ല. അപ്പച്ചി 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 എന്തോന്നൊക്കെ അപ്പച്ചി പറയണേ? ഞാൻ മിണ്ടാതല്ലേ ഇവിടെ ഇരിക്കുന്നത്. അതല്ല, ഡിവോഴ്സ് എന്നൊക്കെ പറയണേ. ഓ അതിന്റെ അർത്ഥം അറിഞ്ഞൂടെ? ബന്ധം വേർപെടുത്ത്. എന്റെ പൊന്നപ്പച്ചി, ഇങ്ങനെ ചെറിയ കാര്യത്തിന് ഡിവോഴ്സ് എന്നൊക്കെ പറഞ്ഞാലാ? ഡിവോഴ്സ് വേണ്ടെന്ന് പറയാനാണ് നീ ഇപ്പൊ ഇങ്ങോട്ട് വന്നേക്കണത്. ഈ നിന്റെ ഐഡിയ മടക്കെടുത്ത് ബാഗ് വെപ്പിങ്കി. ഞാൻ നല്ല ആലോചിച്ചാണ് ഈ തീരുമാനം എടുത്തേക്കുന്നത്. അപ്പച്ചി ഒന്നും കൂടെ ഒന്ന് സമാധാനത്തെ ആലോചിച്ചാണ്. ഇടി എന്റെ സമാധാനം കളഞ്ഞ നീയല്ലേ, ഇതെല്ലാം പറഞ്ഞു തന്നെ നീയല്ലേ. ഇപ്പൊ എന്റെ അടുത്ത് സമാധാനിക്കാൻ പറഞ്ഞ ഈ അപ്പച്ചി ഇനി എന്തോന്ന് പറഞ്ഞാൽ മനസ്സിലാപ്പിക്കും ഞാൻ. പങ്ക ഞാൻ പോണു. ഓ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കാൻ പറ്റില്ലെന്ന് തീരുമാനിച്ചാലേ പിന്നെ ഒരു കൂലയിൽ അടി കിടന്ന് ഉരുണ്ടിട്ടൊന്നും ഒരു കാര്യമില്ല. അങ്ങ് പോണം. അങ്കിളെ അങ്കിളെ എന്തോന്നൊക്കെ പറയണത്? തലയ്ക്ക് വട്ടുണ്ടാ പോണൊക്കെ പോട്ടടി. അപ്പച്ചി അങ്ങനെ ഒന്നും പറയല്ലേ. പോണ്ടാരും. ഞാൻ പോവും. ഇങ്ങോട്ട് മാറി ഫോണൊക്കെ കൊള്ളാം. എനിക്ക് ജീവനാംശം തന്നിട്ട് പോണം. ഇതിന്റെ അംശം? ജീവനാംശം. എന്റെ 2 ലുങ്കി അകത്തുണ്ട്. അതെടുത്ത് വെച്ചാൽ എന്റെ ജീവന്റെ അംശം തന്നെ അത്. അയ്യോ നിങ്ങൾ അടുത്ത കെട്ടണ പെണ്ണിനെ കൂടെ. അവക്ക് ഞാൻ ജീൻസിന്റെ ടീഷർട്ട് വാങ്ങി കൊടുത്തോളാം. അപ്പൊ അങ്ങോട്ട് പോണ്? ഗൃഹഭരണം കഴിഞ്ഞ് ഇനി വനവാസത്തിന് പോണ്. ഈ മുണ്ടും ചുബായിട്ടുണ്ടോ? ഓ എന്തോ അവിടെ എന്ത് കഥാപ്രസംഗം? കഥാപ്രസംഗമൊന്നുമല്ല, വനവാസത്തിന്റെ കഥാപ്രസംഗത്തിനാണോ പോണത്? മാമ എല്ലാം എടുത്ത ഓ എല്ലാം എടുത്ത് തിരിച്ചു വരൂല്ലോ. ഞാൻ വരില്ല. ഇനി പോയിട്ട് ഇങ്ങനെ കൊറേ ശ്രീദേവികളെ കാണണേ. എന്റെ അച്ഛൻ നീ ശ്രീദേവിയെ കാണാൻ പോണെന്ന് ഞാൻ എന്റെ അച്ഛൻ പെണ്ണുങ്ങളെ കണ്ടില്ലേ? എന്റെ അച്ഛൻ കുറെ പെണ്ണുങ്ങളെ കണ്ടിട്ടുള്ളത് എന്നടി. ഞാൻ അതൊന്നും ഉദ്ദേശിച്ചല്ല പറഞ്ഞു. എന്നെ മൂദേവി എന്ന് വിളിച്ചല്ലോ, അതിന് ഞാൻ പറഞ്ഞു. അതൊരു സത്യം മാത്രം. അയ്യോ കേട്ടല്ല നീ കേട്ടല്ല. പ്ലീസ് അങ്കിളെ അങ്കിളെ ഒന്ന് പറയില്ല അങ്കിളെ. ഒന്ന് മിണ്ടായിരിക്കാവോ നിങ്ങൾ പ്ലീസ്? ഇല്ല മിണ്ടായിരിക്കുന്നില്ല. എനിക്കൊരു അബദ്ധം പറ്റിയതാണ്. ഓ ഇനി നിന്റെ അബദ്ധമാണ് ഇവിടെ കേൾക്കാനെന്ന് വയ്യ. ബോറടിക്കുന്നു പോണം. അങ്കിളെ ഒന്ന് പറയട്ടെ, നിങ്ങൾ 3 പേരെ രാവിലെ എന്റെ അടുത്ത് വന്ന് വഴക്ക് പറഞ്ഞില്ലേ? ഞാൻ പേപ്പറൊക്കെ കീറിയതിന് എന്നെ കുറെ വന്ന് കുറ്റപ്പെടുത്തിയല്ലോ. അതുകൊണ്ട് നിങ്ങൾ 3 പേരെയും തമ്മിൽ പിരിപ്പിച്ചിട്ടേ നിങ്ങൾ 3 പേരെടുത്തും വന്നിട്ട് ഞാൻ ഓരോരുത്തരായിട്ട് സപ്പോർട്ട് ചെയ്യും. അപ്പൊ നിങ്ങളുടെ ഓരോരുത്തരുടെ സ്നേഹം എനിക്ക് കിട്ടും. അങ്ങനെയായിരുന്നു എന്റെ പ്ലാൻ. അതിനു വേണ്ടി ഞാൻ പറഞ്ഞ ചെറിയ ചെറിയ കള്ളങ്ങളായിരുന്നു ഓരോരുത്തർക്കും ഒന്നും പറഞ്ഞില്ലേ അത്. പക്ഷെ അത് ഇത്രയും വലിയ പ്രശ്നമാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. സത്യമായിട്ട് നിങ്ങൾ എല്ലാരും എന്റെ അടുത്ത് ക്ഷമിക്കണം പ്ലീസ്. നീ ഇത് ആരത്ത് ക്ഷമിക്കാനൊന്നും പറ്റൂല. പോവേ. അയ്യോ അങ്കിളെ അപ്പച്ചി ഡിവോഴ്സ് ചെയ്യല്ലേ അങ്കിളെ? ചെയ്യും. അയ്യോ അങ്ങനെ പറയല്ലേ അങ്കിളെ. അപ്പച്ചി പാവമാണ്. അപ്പച്ചി അങ്കിളിനെ ഡിവോഴ്സ് ചെയ്യല്ലേ? ഇല്ലടി, ഞാൻ ആഗ്രഹിച്ചു പോയി പുതിയൊരു ജീവിതം. അപ്പച്ചി പ്ലീസ് അപ്പച്ചി. അപ്പു ഇവിടുന്ന് പോവല്ലേ അപ്പു? അല്ല പോവാൻ തീരുമാനിച്ചു. ഇനി മാറ്റമൊന്നുമില്ല, ഞാൻ പോവാൻ പോവാൻ. അയ്യോ അങ്ങനെ പറയല്ലേ, ഞാൻ ചുമ്മാ കള്ളം പറഞ്ഞാണ്. പിന്നെ പങ്ക നിനക്ക് ഉദ്ദേശം എത്ര വയസ്സായിക്കോ? 18. 18 വർഷമായിട്ട് നമ്മൾ നിന്നെ സഹിക്കുകയില്ലേ? നീ ഇത്രയും കഷ്ടപ്പെട്ട് വിഷമെല്ലാം കൊണ്ട് ചേർത്തുരുട്ടി ഉരുളയില്ലേ? അത് നമ്മൾ തൊണ്ട തൊടാതെ വിഴുങ്ങും എന്ന് നീ വിചാരിച്ചില്ലേ? അവിടെയാണ് നിനക്ക് തെറ്റിപ്പോയത്. നീ എല്ലാ പ്രാവശ്യവും നീ ഇങ്ങനെ അരി വറക്കുമ്പോ അല്ലെ നമ്മൾ വറക്കണമെന്ന് വിചാരിച്ചാലേ വല്ലപ്പോഴും നമ്മൾ തരണ അലുവയും കൂടെ നീ തിന്നി. നല്ല മെനക്കെട്ടേ. ശരിക്കും പേടിച്ചു കേട്ടോ. എങ്കിലും ഒരു പിങ്കി പെണ്ണെ, നിനക്ക് ഈ ചെറു പ്രായത്തിൽ കുടുംബം കലക്കാനൊക്കെ അറിയാലോ. അല്ലെങ്കിൽ 2 കുറവുണ്ട് കേട്ടോ. ഇനി മേലെ കുടുംബത്തെ കയറി കുത്തിത്തിരിപ്പുണ്ടാക്കരുത്.
അയ്യോ എനിക്കത് പറ്റുമെന്ന് തോന്നല്ലോ അപ്പച്ചി, ഞാൻ ശീലിച്ചു. ഓഹോ ശീലിച്ചു പോയാ നിന്നെ? കയ്യാങ്കളി വേണ്ട. കയ്യാങ്കളി വേണ്ടേ? അടിച്ചവളെ പുറത്തിൽ പൊളിയാ. അമ്മേ അയ്യോ നാട്ടുകാരോട് പറഞ്ഞേ, അയ്യോ അച്ഛനും ഉമ്മില്ലാത്ത ഒരു കൊച്ചിനെ ബന്ധുക്കളെല്ലാം കൂടി ഇച്ചു കൊല്ലണേ.